ഈ കൃഷിക്കൊക്കെ നമ്മൾ ഇന്ത്യാഗുരുവിൻ്റെ വളം കൊടുത്താലേ കണ്ടില്ലേ 6 മാസമായ തൈയാണ്. ഇതൊക്കെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നു. ഇപ്പോൾ കണ്ടോ നാരങ്ങ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറൈറ്റി നാരങ്ങകളാണ്. അതുകൊണ്ട് പൂക്കൽ തുടങ്ങി. അത്തിക്കാഴി കണ്ടില്ല. ഈ മൂച്ചയൊക്കെ ഇങ്ങനെ പുക പിന്നെയും പൂക്കുക പിന്നെയും പറിച്ചുക. ഇത്രേ ഉള്ളൂ ആകെ. ഇത്രയാണ് മുട്ടിൻ്റെ ഉയരം. നാരങ്ങന്മാരൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വളർച്ച എന്നുള്ളത് അതിനെന്നെ അറിയില്ല, എവിടേക്കാണ് വളരേണ്ടതെന്നുള്ളത്. ഇന്ത്യാഗ്രോൻ്റെ വളം എന്ന് പറഞ്ഞാൽ അത് അതിനെക്കുറിച്ച് അന്തല്ലോന്ന് ഇട്ടതാണ്. കയ്പങ്ങ കണ്ട് ഈ മഴക്കാലത്ത് കയ്പങ്ങൻ്റെ വള്ളിയൊക്കെ ഇത് കണ്ടില്ലേ. ഇത് നമ്മളെ മറ്റേ പുളിയാണ് കേട്ടോ. അതൊക്കെ കായ് ഇങ്ങനെ 2-2.5 മാസമായിട്ടുള്ളൂ. ഇതൊരു പ്രത്യേക പേരാണ്. വെച്ചപ്പോൾ തന്നെ മണ്ണിൽ നിന്ന് ഇങ്ങനെ പൊന്തി കിളിർത്ത് വരുന്നുണ്ട്. ഒക്കെ പടുത്ത് കായ് ഉണ്ടാവും. പിന്നെ നമ്മളെ നാച്ചുറലായിട്ട് വളം കൊടുത്താൽ നമ്മളെ കരിയേപ്പിൻ്റെ ഇലയൊക്കെ നമുക്ക് നല്ല കരിയേപ്പിൻ്റെ ഇല കേടില്ലാത്തത് ഇഷ്ടം പോലെ തിന്നാം. പേരമരമൊക്കെ കണ്ടില്ലേ, എന്താണ് അതിൻ്റെ ഒരു വളർച്ച. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്ലാവ് 6 മാസമായിട്ടുള്ളൂ. ചെറിയ അതാണ് ഇത്ര പോകുന്നൊരു ചെറിയ തൈ കമ്പ് അത്ര ഉണ്ടാവും, ഇത്രയില്ല. അതാണ് ഇപ്പോൾ 6 മാസം കൊണ്ട് ഈ കോലത്തിൽ വളർന്നത്. മൂച്ചിയൊക്കെ കണ്ടില്ല, അല്ലേ കരുത്തതിൻ്റെ വണ്ണം. തലയൊക്കെ കണ്ടില്ല, ഇങ്ങനെ കിളിർത്ത് വരുന്നിങ്ങനെ ഇലകളിങ്ങനെ ഉണ്ടായി ഇങ്ങനെ വരണം. പിന്നെ അതേമാതിരി ഓറഞ്ച് ചെറിയ തയ്യ കൂടെയൊക്കെ ഓറഞ്ച് ഇങ്ങോട്ട് ഉണ്ടായിട്ടേ. അതേമാതിരി മറ്റേ സപ്പോട്ട മുരട്ടിലും കൂടി സപ്പോട്ട. ഇതാണ് നമ്മളെ ഇന്ത്യാഗുരുവിൻ്റെ. ഇവിടെ കാണാൻ നിറച്ച് പൂവിട്ടിരിക്കണം. ഇത് ഒറിജിനൽ ഓറഞ്ചാണ്. അതിൽ തെഗ് കൊട്ടിക്കുന്നില്ലേ, എല്ലാ ഭാഗത്തും അങ്ങനെ വരണം തെഗ് കൊട്ടിയാണ്ട്. അപ്പോഴേ അത് മട്ടം പോലെ ഉണ്ടാവുള്ളൂ. അതേമാതിരി തെങ്ങിനൊക്കെ ഇരട്ടിക്കായ് ഉണ്ടാവും. തേങ്ങക്ക് 40% എണ്ണ കൂടും. അതാണ് തെങ്ങിൻ്റെ പ്രത്യേകത. പിന്നെ ചാമ്പൻ്റെ കാര്യം ഒന്നും പറയണ്ട. അത് നേരം പോലത്തെ പെണ്ണുങ്ങൾക്ക് അടിച്ചൊരു ഒഴിവാക്കണ പണിയാണ്. തിന്നിട്ട് തീരണ്ടേ. പുളിമരം വൈകുന്നേരമായ കാണില്ല, നേരം വെളുക്കുമ്പോൾ നടന്നിട്ടുണ്ടാവും. കുട്ടികൾ വന്ന് പറിച്ചങ്ങനെ തിന്നിട്ട് കാണാൻ തന്നെ രസമാണ്. അച്ചാറിടാനും ഒക്കെ ചെറിയ 2 മാസമൊക്കെ ആയ മൂച്ചി തയ്യ. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ മറ്റേ സാധനം എന്താണ് ഇതിൻ്റെ പേര്, ഏതായാലും പേരറിയില്ല. കായ്ച്ചിക്കണതാ ഇഷ്ടം പോലെ പൂവ് ഇട്ട് വന്നു. ഇത് നോനിയാണ്, നോനിപ്പഴം. കണ്ടില്ലേ എത്ര ചെറിയ മരം. ഇതൊന്നും ബഡല്ല, സാധാരണ മരം വെച്ചതാണ്. അറച്ച് കായാണ്. മറ്റേ സാധനമൊക്കെ ഇലല്ലാതെ മുള്ളൻ ചക്കയൊക്കെ ഇലയും കൂടി ഇല്ലാതെ കായ്ച്ചിക്കുക ആ കോലത്തിൽ. ഇത് തമിഴ്നാട്ടിൽ മാത്രമാണ് ഈ ബട്ടർ ഇത്ര ക്ലിയർ ആയിട്ട് വളരല്. ഒക്കെ നമ്മുടെ ഇന്ത്യാഗുരുവിൻ്റെ വളത്തിൻ്റെ പ്രത്യേകതയാണ്. ചെറിയ ഒരു 3 തുള്ളി 4 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് പാരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് എന്താണ് സാധനം, ഇത് മധുരമുള്ള പിന്നെ എന്താണ് അമ്പായാണ്. മധുരമുള്ള അമ്പായം. ഇതൊക്കെ 3 മാസമായില്ലത്. 2 മാസം 2 മാസം 2 മാസം കൊണ്ട് ഇതിൻ്റെ വളർച്ചയാണിത്. കൊണ്ടുവരുമ്പോൾ ഒരു കൊമ്പിൻ്റെ വലിപ്പം ഉണ്ടാവും. ഇപ്പോൾ നിറച്ച് ചില്ലകൾ വന്നു. പിന്നെ ഈ സാധനം ഇത് എന്താണ്, ഇതിൻ്റെ പേരെന്തടി, ഈ കായിൻ്റെ പേര് ഒരു ഉരുളൻകിഴങ്ങ് പോലെ കളറിലിങ്ങനെ മുന്തിരിക്കോല പോലെ നിൽക്കണേ, രിസ്യോ എന്തായാലും അങ്ങനെയാണ്. എന്തോ ഒരു പേരുണ്ട്. ഇത് ഞാവല, നമുക്ക് കഴിക്കാനുള്ളതാണ്. ഇത് ചക്കപ്പഴം. ഇത് മൂവാണ്ട മാങ്ങ. അല്ല മാങ്ങ ഒക്കെ കിടക്കണ പൊറുക്കിക്കാം. മൂച്ചിയുണ്ടില്ലേ, 1 ലക്ഷം വിലയുള്ള മാങ്ങയൊക്കെയാണ് ലൈമ ഉണ്ടാകുക. ഇത് സ്പെഷ്യൽ പേരാണ്. അത് വേറെ സ്പെഷ്യൽ മൂച്ചിയാണ്. അങ്ങനെ എത്ര. ഇത് നമ്മളെ ചക്കപ്പഴം അല്ല, എന്താണ് ഈ പറയാം,